ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ അന്വേഷണം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക്. അവയവ കച്ചവടം റാക്കറ്റുമായി ആശുപത്രിക്കുള്ള ബന്ധമാണ് അന്വേഷിക്കുക. ഡോക്ടർമാരുടെ അറിവോടെയാണോ റാക്കറ്റ് ഒപ്പും സീലും ഉപയോഗിച്ചത് എന്നതിലും പരിശോധന നടക്കും. കഴിഞ്ഞ ഒക്ടോബറിൽ ആശുപത്രിയിൽ വെച്ച് വടക്കേക്കര സ്വദേശി അവയവദാനം നടത്തിയിരുന്നു. അവയവദാതാവിനെ പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ജഡ്ജിമാരുടെ പേരിലും വ്യാജരേഖകൾ ചമച്ചുവെന്നാണ് കണ്ടെത്തൽ. ഒളിവിലുള്ള മുഖ്യപ്രതി നജീബിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. കല്ലത്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ അവയവ കച്ചവടത്തിൽ അന്വേഷണം സ്വകാര്യ ആശുപത്രിയിലേക്ക് നീളുകയാണോ? എന്തൊക്കെ തെളിവുകൾ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു? സ്മൃതി, ഈ കാസർഗോഡ് സ്വദേശിയായ നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റ് എത്ര പേരെ ഇരകളാക്കിയിട്ടുണ്ടെന്നതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരം പോലീസിന് ലഭിച്ചത്. അതായത് വടക്കേക്കര സ്വദേശിയായ ഒരു യുവതി ഇത്തരത്തിൽ അവയവ കച്ചവടം നടത്തിയിട്ടുണ്ട്, അതായത് അവയവദാനം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒക്ടോബറിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ഈ അവയവദാനം നടന്നെന്നുള്ളായിരുന്നു വിവരം. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ അവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസിന് കണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവയവ കച്ചവട റാക്കറ്റുമായിട്ടുള്ള ഈ ആശുപത്രിയുടെ ബന്ധത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പോലീസിന്റെ പരിശോധനകളുണ്ടായിരുന്നു. അതിലൊരു സൺ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ ഡോക്ടർമാരുടെ പേരിലുള്ള ഒപ്പം തന്നെ ഈ സീലടക്കമുള്ള കാര്യങ്ങൾ അത് ഉപയോഗിച്ച് ലെറ്റർ പാഡ് ഉണ്ടാക്കിയതായും കണ്ടെത്തിയിരുന്നതാണ്. അപ്പോൾ അത് ഈ ഡോക്ടർമാരുടെ അറിവോട് കൂടിയാണോ ഒപ്പും സീലും ഒക്കെ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി ഡോക്ടർമാരുടെ മൊഴിയും പോലീസ് ഉടൻ രേഖപ്പെടുത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യ പ്രതിയായ നജീബ് ഇയാളുടെ ഭാര്യയെ കണ്ടെത്തി ഇന്നലെ അറസ്റ്റിലേക്ക് നീങ്ങിയിരുന്നതാണ്. പക്ഷേ ഇയാൾ എവിടെയാണെന്ന് സംബന്ധിച്ച പോലീസിന് ഇപ്പോഴും ഒരു സൂചനയില്ല. ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട ലുക്കൌട്ട് സർക്കുലർ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. ശരി, SS ശരണാണ് വിവരങ്ങൾ നൽകിയത്.